വിവാഹം കഴിഞ്ഞ് ഭർതൃവീട്ടിലേക്ക് കയറിച്ചെല്ലുന്ന പെൺകുട്ടികൾക്ക് പലപ്പോഴും ഭർത്താവിൻ്റെ മാതാപിതാക്കളിൽ നിന്നും അത്ര നല്ല അനുഭവമായിരിക്കില്ല ലഭിക്കുക. സ്നേഹത്താൽ പൊതിഞ്ഞ കപടസ്നേഹത്തിന് പലപ്പോഴും ഇരയാകേണ്ടി വരുന്ന പെൺകുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സ്നേഹം നിറഞ്ഞ കുടുംബത്തെയാണ് നവ്യയ്ക്ക് ലഭിച്ചത്. ഭർത്താവിൻ്റെ മരണശേഷം 2 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ ചങ്ങനാശ്ശേരി പെരുന്നയിലെ ശാന്താമേനോൻ എന്ന ബേബിയമ്മയ്ക്ക് നവ്യയെ ഇഷ്ടമായത് നന്ദനത്തിലെ ബാലാമണിയെ കണ്ട് തന്നെയായിരുന്നു. വിവാഹശേഷം അഭിനയത്തിലേക്കും നൃത്തത്തിലേക്കും തിരിച്ചെത്തുവാൻ മരുമകളെ ഏറ്റവുമധികം പ്രേരിപ്പിച്ചതും ആ അമ്മ തന്നെയായിരുന്നു. കളങ്കമില്ലാത്ത ബേബിയമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് കൊതിതീരും മുന്നേ നവ്യയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ അമ്മയെ. ബേബിയമ്മയുടെ വേർപാടിൽ ഹൃദയം നുറുങ്ങി നവ്യ കുറിച്ചത് ഇങ്ങനെയാണ്: അങ്ങനെ ആ വിളക്കണഞ്ഞു. എന്നും ഏതിനും ധൈര്യമായിരുന്നു. മരുമകളായിട്ടല്ല, മകളായി സ്നേഹിച്ചു. എല്ലാ സങ്കടങ്ങളിലും മക്കൾ വിഷമിക്കേണ്ട, അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൂടെ നിർത്തി. അമ്മ ആഗ്രഹിച്ചതുപോലെ ഇതുവരെ എല്ലാം ചെയ്തു. അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ നഷ്ടങ്ങൾ ഞാൻ സഹിച്ചു. എൻ്റെ നൃത്തം ഏറെ ഇഷ്ടപ്പെട്ട അമ്മ അവസാനമായി മാതങ്കി ഫെസ്റ്റിവലിൽ വന്ന് എൻ്റെ കച്ചേരി മുഴുവൻ കണ്ടു. 2 മണിക്കൂർ നൃത്തം ചെയ്തു എന്ന് അഭിമാനത്തോടെ എല്ലാവരോടും പറഞ്ഞു. മക്കളെ എന്ന ആ വിളി കാതുകളിൽ മുഴങ്ങി നിൽക്കുന്നു. മക്കളുടെ വിളക്ക് ഒരു കാലത്തും കെടില്ല. അമ്മയാ പറയുന്നേ, നിത്യശാന്തി നേരുന്നു എന്നായിരുന്നു നവ്യ കുറിച്ചത്. തൻ്റെ എല്ലാമായിരുന്ന അമ്മ പോയ സങ്കടം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായി സന്തോഷ് മേനോനും പങ്കുവച്ചിരുന്നു. സങ്കടകരമാണ്. ഈ അവസ്ഥയെയും നേരിട്ടല്ലേ പറ്റുകയുള്ളൂ. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അമ്മയോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ ഏറെയില്ലേ? അതൊക്കെയോർത്ത് മുന്നോട്ട് പോവാൻ തുടങ്ങി നിരവധി പേരാണ് കമൻറ്റുകളിലൂടെയായി ആശ്വസിപ്പിച്ചത്. ഇന്ന് വൈകിട്ട് ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടുവളപ്പിൽ തന്നെയാണ് അമ്മയുടെ സംസ്കാരം നടന്നത്. ശാന്താമേനോൻ എന്നാണ് അമ്മയുടെ യഥാർത്ഥ പേരെങ്കിലും എല്ലാവരും വിളിച്ചിരുന്നത് ബേബിയമ്മ എന്നായിരുന്നു. ആ പേര് പോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും എല്ലാം നിറഞ്ഞതായിരുന്നു ആ മനസ്സും. സോഷ്യൽ മീഡിയയിലൂടെയായി നവ്യയും സന്തോഷും അമ്മയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ടായിരുന്നു. മകൻ്റെ ഭാര്യ എന്നതിലപ്പുറം മകളായി തന്നെയാണ് അമ്മ നവ്യയെ കണ്ടിരുന്നത്. ശാരീരികമായി വയ്യാതെയിരുന്ന അവസ്ഥയിലും നവ്യയുടെ നൃത്തം കാണുവാനും മാതങ്കിയിലെ പരിപാടികളുടെ ഭാഗമാകുവാനും അമ്മ എത്തിയിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമായി താരം വീണ്ടും അഭിനയ മേഖലയിൽ സജീവമായപ്പോഴും അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ സന്തോഷും പങ്കുവെക്കാറുണ്ട്. ആഘോഷങ്ങളിലെല്ലാം അമ്മയ്ക്കൊപ്പമായിരുന്നു മകൻ. നവ്യയുമായി പ്രശ്നങ്ങളാണോ, ഇത്തവണയും കൂടെയില്ലല്ലോ എന്ന ചർച്ചകൾ സജീവമായപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു ഇരുവരും. യൂട്യൂബ് ചാനലും ഡാൻസ് സ്കൂളും സിനിമയുമൊക്കെയായി നല്ല തിരക്കിലാണ് നവ്യ നായരും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.